ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൂക്കടാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ 500 ലിറ്റർ ടാങ്കാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിൽ വെള്ളമല്ല, കുടിവെള്ളമല്ല, വേറെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളമൊന്നുമല്ല. പക്ഷേ ഇതിൽ ലിക്വിഡാണ്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈ ഡെൻസിറ്റി ഡീകമ്പോസിങ് ബാക്ടീരിയ ആണുള്ളത്. ഈ ഹൈ ഡെൻസിറ്റി എങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, അത് ഞാൻ ടെസ്റ്റൊന്നും ചെയ്തില്ല. പക്ഷേ ഇതിൽ നമ്മൾ നിക്ഷേപിക്കുന്ന വേസ്റ്റ്, നമുക്കറിയാം ചക്കക്കാലാണ്, ചക്കയുടെ വേസ്റ്റ്, ഫിഷിൻ്റെ വേസ്റ്റ്, ചിക്കൻ്റെ വേസ്റ്റ്, അങ്ങനെ അടുക്കളയിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും, എല്ലാ ഓർഗാനിക് വേസ്റ്റുകളും ഇതിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഫിന് ഇതിനോടൊപ്പം പ്രത്യേകിച്ച് താല്പര്യമാണ്. മുമ്പ് തുടങ്ങിയ സമയത്ത് 2 വർഷമായി തുടങ്ങിയിട്ട് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ചെറിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, സ്വാഗതം ചെയ്യാണ്. കാരണം ഒരു ഓർഗാനിക് വേസ്റ്റുകളും പറമ്പിലേക്ക് വലിച്ചെറിയേണ്ട പ്രശ്നം വരുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകാൻ ഹരിതസേനക്കാർ വരും. അപ്പോൾ ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നിക്ഷേപിക്കുന്നതോടുകൂടി നന്നായിട്ട് ഇളക്കും, നല്ല ഭംഗിയായിട്ട് ഇളക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ നമ്മൾ നിക്ഷേപിച്ച എല്ലാ സാധനങ്ങളും കമ്പോസ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം അതിൽ ചേർന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഹൈ ഡെൻസിറ്റി ബാക്ടീരിയ ഇതിലുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണിത്. ഇതാണ് സ്ലറി. ഈ സ്ലറിക്ക് ഞാൻ എൻ്റെ പേര് തന്നെയാണ് കൊടുത്തത്, ഗംഗാമൃതം. ഇത് ബ്രാൻഡഡ് ഒന്നല്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തു. ഇത് 1 ലിറ്റർ 10 ലിറ്ററായി ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡൈല്യൂഷൻ കുറച്ച് കുറഞ്ഞു പോയാൽ ചെടികൾ ഇതായിപ്പോവും, കാരണം അത്ര കോൺസെൻട്രേഷനാണിത്. പിന്നെ ഞാൻ ഈ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടത് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ അതിന് യാതൊരുവിധ സ്മെല്ലും ഇല്ല. ഒരു സ്മെല്ലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ലും ഇല്ല. കാരണം എൻ്റെ കൊച്ചുമോനാണ് എൻ്റെ അടുത്തുള്ളത്, അവനാണല്ലോ എൻ്റെ ക്യാമറാമാൻ. അല്പെങ്കിലും സ്മെല്ലുണ്ടാകാൻ അവൻ ഓടി സ്ഥലം വിടും. അപ്പോൾ യാതൊരുവിധ സ്മെല്ലും ഇല്ല. പിന്നെ വീട്ടുകാരും ഒക്കെ അത് സർട്ടിഫൈ ചെയ്തതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ച സ്ലറിയാണ്. ഇത് പരസ്യത്തിന് വേണ്ടിയൊന്നുമല്ല ഞാനത് ചെയ്ത് വെക്കുന്നത്. ഇത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഇത് നെറ്റൊക്കെ ഇട്ട് വെച്ചത് കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 500 ലിറ്ററിൻ്റെ ഒരു പഴയ ടാങ്കാണ്. ഇതിൽ ഇന്ന് രാവിലെയാണ് ചക്കയുടെ വേസ്റ്റും ഫിഷിൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ടത്. എന്നും കാണും വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റുകൾ, അടുക്കള വേസ്റ്റുകൾ എന്നും കാണുമല്ലോ. അപ്പം എന്നും ഇടും. അപ്പം ഇതിപ്പോൾ ഫുള്ളായിരിക്കുകയാണ്, വെള്ളമൊക്കെ നിറച്ച്. ഞാൻ ഇതിൻ്റെ സ്ലറി ഇന്നലെ എടുത്തു. സ്ലറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച വീണ്ടും എടുക്കും. ആഴ്ചയിൽ ഓരോ പ്രാവശ്യം അങ്ങനെ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ന് രാവിലെ ഇട്ട ചക്കയുടെ വേസ്റ്റാണ് ഈ കാണുന്നത്. അടിയിലെല്ലാം സ്ലറിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇടണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തറവായിട്ട് ഇത് ഇളക്കണം. നല്ല ഇടുമ്പോഴാണ് ഇളക്കേണ്ടത്. ഇട്ട് അസലായിട്ട് ഈ അടിമുടി ഇളക്കണം. ഇതിനിപ്പോൾ ചെറിയ ഹീറ്റൊക്കെ ഉണ്ട് ഇതിന്, കാരണം ഡീകമ്പോസിങ് നടക്കില്ലേ. അത്ര അടിയിലൊക്കെ സ്ലറി ആണ്. സോളിഡ് അംശങ്ങൾ ഇന്നലെ ഇട്ടതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇത് പിന്നെ ഡികമ്പോസിഷൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത്ര ഹൈ ഡെൻസിറ്റി ഡീകമ്പോസിങ് ബാക്ടീരിയ ആണ് ഇതിലുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ തറവായിട്ടൊരു 2 മിനിറ്റ് ഇളക്കണം. ഈ ഇളക്കുന്നത് വളരെ പ്രധാനമാണ്, കാരണം ഇത് മിക്സായി ബാക്ടീരിയ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണം. ഒരാഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ആക്കിയാൽ മതി. വേറൊരു പണി നമ്മൾ ചെയ്യാനില്ല. അപ്പോൾ ഡെയിലി കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുക, മൂടി വയ്ക്കുക,
ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഇളക്കുക. ഒന്ന് രാവിലെ ഇട്ട ചക്കയുടെ വേസ്റ്റാണ് ഈ കാണുന്നത്. ഈ വേസ്റ്റുകൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയാൽ എല്ലാം ഡീകമ്പോസ് ചെയ്തിരിക്കും. ചെറിയ ചൂട് നമ്മളെ കയ്യിൽ അനുഭവപ്പെടുന്നുണ്ട്. മൂടി വെച്ച് കൊതുകിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നെറ്റിട്ട് മൂടുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ച ഒരു സാധനം ഇതാ, വേസ്റ്റ് ഡീകമ്പോസർ എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് ഞാൻ ഒരു പാക്ക് വരുത്തിച്ചതാണ്. ഒരു 6 ഇതുപോലത്തെ ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു. വളരെ വില കുറവാണ്. ഇത് ഈ കൗഡങ്ങെന്ന് ഒരു വേർതിരിച്ചുണ്ടാക്കുന്ന ഒരു ഡീകമ്പോസറാണ്. ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. 120 രൂപ മറ്റേ ഉള്ളൂ ഈ 6 എണ്ണത്തിന്. 6 മാസം മുമ്പാണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. പിന്നെ ഒന്നും ചെയ്തില്ല, പിന്നെ ഒന്നും ഇട്ടില്ല. പിന്നെ എല്ലാം ആവശ്യമുള്ള ബാക്ടീരിയ എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇതന്നെ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തെക്കുറിച്ചൊന്നും ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉദ്ദേശമില്ല. അപ്പോൾ ഈ സെലറി ഇതിൻ്റെ ഒരു പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് നമുക്കതിൽ ഇങ്ങനെ കളക്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അടവ് കാണും. അപ്പോൾ നമ്മൾ തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇതേപോലെ വരും. അപ്പം നമുക്ക് ആവശ്യമുള്ളത്ര സെലറി ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നിപ്പോൾ അത് ഇളക്കിയതുകൊണ്ടാണ് അല്പെങ്കിലും കളറ്. അപ്പം നാളെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നന്നായി തെളിഞ്ഞ് വരും. തെളിഞ്ഞ സ്ലറി അടിയിൽ വരും. ആ കുപ്പിയിൽ നിങ്ങൾ കണ്ടതുപോലെ ഇപ്പം തന്നെ തെളിഞ്ഞു വന്നു. ഇത് അങ്ങനെ ഞാൻ ഒരു കുപ്പിയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇതാണ് 10 ടൈംസ് വെള്ളം ചേർത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിനായി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. എന്നിട്ടതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടികൾക്കും, ഞാൻ എൻ്റെ ചെടികൾക്കും മറ്റേ കോളിഫ്ലവറിനും മറ്റ് വഴുതന പച്ചക്കറി എൻ്റെ ഗാർഡൻ ചെടികൾക്കെല്ലാം ഈ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.